ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റമാണ്. അതായത് സാധാരണ വീട്ടിലുണ്ടാക്കാറില്ല എങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യാറുള്ള ഒരു ഡിഷാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് വൈറ്റ് സോസ് പാസ്ത. ഇത് ആക്ച്വലി ഞാൻ ചെയ്യാറേ ഇല്ല. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യാൻ അത്രയ്ക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുമാത്രമല്ല അത് കൂടുതലും ചെയ്യാറുള്ളത് മോളാണ്. അപ്പോൾ അവളാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വൈറ്റ് സോസ് പാസ്ത ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അപ്പോൾ വൈറ്റ് സോസ് പാസ്തയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതെല്ലാം. ഇത് പാസ്ത നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഷേപ്പിലുള്ള പാസ്തയാണ്. അപ്പം ഇത് എടുത്തിട്ടുണ്ട്. എത്ര ഗ്രാംസ് ആണെന്നൊന്നും അറിയില്ല, അങ്ങനെ ഒരു നോർമലായിട്ട് റേഷ്യോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസിന് വേണ്ടി മഷ്റൂം എടുത്തിട്ടുണ്ട്, പിന്നെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒനിയൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മസാലയായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നോർമലായിട്ട് സോൾട്ട്, പിന്നെ ഇത് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട് ഫോർ കൺസിസ്റ്റൻസി, പിന്നെ ഇത് ഗാർലിക് ഫോർ ദ ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഇതിൻ്റെ കൂടെ പാലും കൂടെ ചേർത്ത് ആഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസ് കത്തിക്കാം. കുറച്ച് പാൻ ഒന്ന് നന്നായി ചൂടായതിനു ശേഷം ബട്ടർ ഇട്ട് കൊടുത്ത് ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. നമ്മൾ 1 ക്യൂബ് ഓഫ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് നന്നായി ഉരുകി വന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ടൊന്ന് സോട്ടേ ചെയ്യാം. കുറച്ച് ഗാർലിക് ഇടുന്നുണ്ട്. ഗാർലിക് കൂടുതലായി സോട്ടേ ആവാൻ പാടില്ല. അതിനു മുൻപ് തന്നെ നമുക്ക് അനിയൻസ് ഇട്ട് കൊടുക്കാം. അനിയൻസ് എല്ലാം ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ സോട്ടായാൽ മതി. കാരണം നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ പർട്ടിക്കുലർ ഡിഷിന് നന്നായിട്ടുണ്ടാവുള്ളൂ. അടുത്തതായിട്ട് മഷ്റൂംസ് ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇത് ഓണിയൻ സോട്ടേ ചെയ്യുന്ന സമയത്ത് തന്നെ ഇടണമായിരുന്നു. ബട്ട് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം ഒന്ന് നല്ല രീതിക്ക് സോട്ടായിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം സോട്ടാവാനും പാടില്ല, വളരെ കുറഞ്ഞ് സോട്ടാവാനും പാടില്ല. ഒരു മീഡിയം രീതിയിൽ ഒന്ന് സോട്ടേ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം. യെസ്, സ്വീറ്റ് കോണും അതേപോലെ തന്നെ. സ്വീറ്റ് കോൺ ഇനിയും കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുണ്ടാവണം. സോ അതുകൊണ്ട് വല്ലാണ്ട് സോട്ടേ ചെയ്ത് കൊളാക്കരുത്. ഓക്കെ, ഇപ്പം ഇതെല്ലാം സോട്ടേ ആയി കഴിഞ്ഞു. നമുക്കിതൊരു തനിയെ മാറ്റി വെക്കാം. ഇപ്പം ഇത് നമ്മൾ ആവശ്യമില്ല. ഇതൊക്കെ നമുക്കൊന്ന് തനിയെ ഇപ്പം മാറ്റി വെക്കാം. ഞാൻ അമ്മയുടെ അത്ര നന്നായിട്ടൊന്നും നറേറ്റ് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഇത് അമ്മ ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്നുള്ളൂ. നമുക്ക് വീണ്ടും അതേ പാൻ തന്നെയാണിത്. അപ്പൊ ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം, ഓൾറെഡി ചൂടായിട്ടായിരിക്കുന്നത്, ആ പാനിലോട്ട് വീണ്ടും നമ്മൾ 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഈ ബട്ടർ ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ ജസ്റ്റ് 2 ലിറ്ററലി 2 ഗാർലിക്സ് അത് മാത്രം എടുത്തൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ്. ദിസ് ഇസ് ഓൾസോ ഫോർ ദ സ്മെൽ ഓൺലി, നത്തിങ് എൽസ്. ഇഫ് യു ഹാവ് ഹെർബ്സ്, അതായത് ഗാർലിക് ആൻഡ് ഹെർബ്സ് ഉള്ള ബട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. കാരണം അതും നല്ലൊരു ടേസ്റ്റ് തരും. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നോ ഇഷ്യൂസ്, ജസ്റ്റ് വെറും ബട്ടർ കൊണ്ട് കാര്യം നടത്താം. ഇതിലേക്ക് ഇപ്പൊ ഇതെല്ലാം ഉരുകി കഴിഞ്ഞു. ഇതിലേക്ക് ദ മെയിൻ സ്റ്റെപ്പ് ഇസ് ഗോതമ്പ് പൊടി. നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് ഇതിനെ ഒരു നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഗോതമ്പ് പൊടി ഇട്ട് നല്ല രീതിക്ക് ഇളക്കി ലംസ് ഒന്നും ഇല്ലാത്ത വിധം മാറ്റിയെടുക്കണം. ഇത് ലംസ് ഒന്നും ഇല്ലാതെ മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കൺസിസ്റ്റൻസിയിൽ പാസ്ത റെഡി ആവുള്ളൂ. ഇത് ഈ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ മേക്കിംഗ് ദ സോസ്. ആ പ്രോസസ്സാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ബട്ടറിൽ തന്നെ നമ്മൾ ഈ വീറ്റ് ഫ്ലോർ ഇട്ട് സോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ടോ,
നമ്മുടെ ഇതെല്ലാം, അതായത് നമ്മുടെ വീറ്റ് ഫ്ലോർ എല്ലാം നല്ല രീതിക്ക് ഞാൻ ലംസ് ഒന്നും ഇല്ലാതെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോസിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പാല്, ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാല് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഓൾസോ നിങ്ങൾ എത്ര പാസ്ത എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള സോസ് ഉണ്ടാക്കണം, അത് ശ്രദ്ധിക്കണം. ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻസി വരും, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ആണ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിൽ ഇപ്പൊ നമുക്കിത് നിർത്തിയിട്ട് ഞാനിപ്പോ അടുത്ത പ്രോസസ്സായ വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ട് മാറ്റുകയാണ്. അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് മസാലാസ് ആഡ് ചെയ്യണം. വൈറ്റ് സോസ് പാസ്ത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്ലണ്ട് പാസ്തയാണ്. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്, അതായത് മസാല ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെപ്പറും ചില്ലി ഫ്ലേക്സും മാത്രമാണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾസോ ഇപ്പൊ ഈ സമയത്ത് പെപ്പർ ചില്ലി ഫ്ലേക്സിനൊക്കെ മുൻപായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 1 സ്പൂൺ ഓഫ് പെപ്പർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ 1 സ്പൂൺ ഓഫ് ചില്ലി ഫ്ലേക്സ്. നമുക്ക് മെയിൻ ആയിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി സോട്ടേ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പാസ്ത ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പാസ്ത ഇടണമെന്ന് പറഞ്ഞു, പിന്നെയാണ് ഞാൻ ഓർത്തത് ഐ എം ന്യൂ ടു ദിസ് തിങ്, അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മൾ പാസ്ത ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷീറ്റ് ഓഫ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ടിട്ടുണ്ട്. ഈ ചീസ് ഒന്ന് നന്നായി മെൽറ്റ് ആയതിന്റെ കൂടെ ചേർന്നതിന് ശേഷം നമുക്ക് പാസ്ത ആഡ് ചെയ്യാം. ഇപ്പൊ ആസ് യു കെൻ സീ നമ്മുടെ അതിന്റെ സോസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടും ഉണ്ട്. അത് മാത്രമല്ലാണ്ട് നല്ലോണം ചീസൊക്കെ നന്നായി ഇതിലോട്ട് കൺസിസ്റ്റൻസി നല്ലോണം വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മിക്സ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോൾട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സോൾട്ട് വേണമെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് ബഡിന് നമുക്കിത് മതി. അപ്പൊ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് പാസ്ത ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസിനനുസരിച്ച് വേണം നമ്മൾ പാസ്ത ആഡ് ചെയ്യേണ്ടത്. പാസ്ത കൂടുതലാവാനും പാടില്ല, കുറവാവാനും പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ സോസ് ഇല്ലാണ്ട് ഒരുമാതിരി ഡ്രൈ ആയിട്ട് നന്നായിട്ടുണ്ടാവില്ല. അതേ കുറവായി കഴിഞ്ഞാൽ കൂടുതൽ സോസ് ആയി പോവും, കൂടുതൽ സോസി ആയി പോവും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ. പാസ്ത എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയിൻ സ്റ്റെപ്പായ മിക്സിങ് ചെയ്യുമ്പോൾ നല്ല വെന്ത മാക്രോൺസ് ആണെങ്കിൽ പൊട്ടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. പിന്നെ മനസ്സിലാവും കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പാസ്തയും സോസും ഉള്ളത്. ലൈക്ക് നോട്ട് ടു തിക്ക് ആൻഡ് നോട്ട് ടു ലൂസ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഓൾസോ ഇഫ് നിങ്ങൾക്ക് നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇൻക്രീസ് ചില്ലി ഫ്ലേക്സ് ആൻഡ് പെപ്പർ. ഇപ്പൊ ഇവിടെ ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പെപ്പർ വേണോന്ന് നോക്കിയിട്ട് ഞാൻ ചേർക്കും. ഓക്കെ, നമ്മുടെ പാസ്ത, അതായത് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ഓൾസോ ടേസ്റ്റ് വെരി വെൽ. നിങ്ങൾക്ക് ചീസി ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം. ഐ തിങ്ക് ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ വുഡ് നോ ദിസ് പ്രോബബ്ലി നൗ. ബട്ട് എന്നാലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഇതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വൈറ്റ് സോസ് പാസ്ത വിത്ത് ഗാർലിക് ബ്രെഡ്. എന്തായാലും നീ ഉണ്ടാക്കിയതല്ലേ, നോക്കട്ടെ, ടേസ്റ്റ് ചെയ്യാം. ഓ, ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയോ ഇതിന്റെ കൂടെ? ഓക്കെ, നോക്കട്ടെ. സാധാരണ നീ ഉണ്ടാക്കാറുള്ളതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പാസ്ത. ഇന്ന്
എല്ലാവർക്കും മുമ്പിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നീ നന്നായി ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് നല്ല ടേസ്റ്റ്. ഗാർലിക് ബ്രെഡ് കൂടെ നോക്കട്ടെ. സൂപ്പർ, വളരെ നന്നായിട്ട്. നല്ല അടിപൊളി ഡിഷ്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഇടയ്ക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ്. നമുക്കൊക്കെ ടേസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.